Eldhose യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ റിയൽമി 2 എന്ന് പറഞ്ഞൊരു അടിപൊളി ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായിട്ടാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഷോമീനെയൊക്കെ തോൽപ്പിക്കാനായിട്ട് ഒപ്പോ ഒരു സബ് ബ്രാൻഡുമായിട്ട് വന്നിരിക്കുകയാണ് റിയൽമി. അത് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്, മോശമായിട്ടുള്ള ഒരു ബ്രാൻഡൊന്നുമല്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഫോണാണ് അവർ ഇപ്പോൾ ഇറക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഫോൺ തന്നെയാണ്. 8990 രൂപയാണ് റിയൽമി 2ൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3GB 32GB, അതിൻ്റെ 4GB 64GBക്ക് 10,999 റേറ്റ് വരുന്നത്. അപ്പോൾ ബേസ് വേരിയൻറ്റിന് നമുക്ക് അതിലും കൂടി വേരിയൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബേസ് വേരിയൻറ്റിന് നല്ല ഫോണാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് റിയൽമി 2 വരുന്നത്. നമുക്കിപ്പോൾ ഇതൊരു വലിയൊരു ബോക്സാണ്, അത്യാവശ്യം നല്ലൊരു വെയിറ്റൊക്കെ തോന്നുന്നുണ്ട് ബോക്സിന്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ റിയൽമിയുടെ ഒരു കേസ് വരുന്നുണ്ട്. കേസിനകത്ത് എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഇതിന് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവർ അവർ കൊടുക്കുന്നുണ്ട് ഫോണിൻ്റെ ഒപ്പം, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ അവർ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, സിം ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഒരു റിയൽമിയുടെ നമ്മുടെ വാറണ്ടി കാര്യങ്ങളും ഒക്കെ വരുന്നൊരു ബുക്കാണ്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്താണ് സിം എജക്ടർ ടൂൾ വരുന്നത്. നമുക്ക് സിം എജക്ടർ ടൂളുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരുമ്പോൾ അവിടെ ഫോണാണ് അടുത്തായിട്ട് വരുന്നത് ബോക്സിനകത്ത്. ഓക്കെ, ഒരു കവറിനകത്തേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റിയൽമി 2. നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ നമുക്കിതൊക്കെയാണ്. നമുക്ക് വേറെ ഹെഡ്സെറ്റ് ഒന്നും വരുന്നില്ല. സാധാരണ നോർമൽ ബഡ്ജറ്റ് ഫോൺ വരുന്ന ഒരു ഹെഡ്സെറ്റ് ഒന്നും വരുന്നില്ല. നമുക്കൊരു ചാർജർ ഉണ്ട്. കണ്ടോ, ഇത് ഒപ്പോയുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു എന്താ പറയുക, ഒപ്പോയുടെ ഒരു ലോഗോയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതായത് ഒപ്പോയുടെ സബ് ബ്രാൻഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, സാധാരണ നോർമൽ ചാർജറാണ്. 5 വോൾട്ട് 2 ആംപിയറിൻ്റെ ചാർജറാണ്. പിന്നെ ബഡ്ജറ്റ് ഫുൾ ഫാസ്റ്റ് ചാർജറൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കിത് മൈക്രോ USB ആണോ എന്ന് ചെക്ക് ചെയ്യാം. കേബിൾ നോർമൽ ടൈപ്പ് USB കേബിളാണ് വരുന്നത്. മൈക്രോ USB അല്ല, നോർമൽ ടൈപ്പ് USB കേബിളാണ് ഫോണിൽ പോകുന്നത്. അപ്പോൾ ഇത്ര നമുക്ക് ബോക്സിൽ വരുന്നുള്ളൂ. വലിയൊരു ബോക്സാണ്. അപ്പോൾ ബോക്സിനകത്ത് വരുന്നത് പിന്നെ നമുക്കൊരു കേസാണ് ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു തരുന്നത്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 2 ഫോൺ. ഒരു ഡയമണ്ട് ഷെയ്ഡ് ഫിനിഷൊക്കെ വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് പോളികാർബൺ മെറ്റീരിയലാണ് വരുന്നത്. എന്നിരുന്നാലും നല്ലൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലും ഒരു 9,000 ബഡ്ജറ്റിലും ഫോണിൻ്റെ ലുക്കിനും കൂടെ അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഡുവൽ ക്യാമറയാണ് വരുന്നത്, ഒരു ഫ്ലാഷ്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ. പിന്നെ നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ മേളിൽ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്രീ ആണ്. നമുക്ക് റെഡ്മി ഫോണിൽ വരുന്ന പോലെ ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ ഒന്നുമില്ല. അതുപോലെ നമുക്ക് സൈഡിലായിട്ട് ഓളിയം റോക്കേഴ്സ്, ഓളിയം പ്ലസ് മൈനസ്, ഇവിടെ സിം എജക്ടർ ടൂൾ, നമുക്ക് സിം നോക്കാം, ട്രേ നോക്കാം. അതുപോലെ ഇത് സിംഗിൾ സ്പീക്കറാണ്. അതുപോലെ ഇത് ഒരു നോർമൽ USB പോർട്ട്, ഇത് മൈക്ക്, ഇത് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക്, അതൊക്കെയാണ് വരുന്നത്. വേറെ നോർമൽ ഫോണിൽ വരുന്ന പോലെ ഇത് നമ്മുടെ പവർ ബട്ടൺ. അപ്പോൾ നമുക്കിതിൻ്റെ സിം ട്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല കാര്യമാണ്. നമുക്കിതിനകത്ത് വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല. അപ്പോൾ ഇപ്പോഴത്തെ MIയുടെ ഫോണുകളിലൊക്കെ വരുന്ന പോലെ ഹൈബ്രിഡ് അല്ല. നമുക്കിവിടെ ട്രിപ്പിൾ സിം രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാവുന്ന ഡെഡിക്കേറ്റഡ് SD സ്ലോട്ട് കിട്ടുന്നുണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഈ ഫോൺ മികച്ചതാവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സിം സ്ലോട്ടാണ് ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഞാൻ ബാക്കി ഇത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റിയൽമി 2 ഇതാ ഓണായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കാണത് നോച്ച് ഡിസ്പ്ലേ വരുന്ന ഒരു നല്ല മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് നല്ല കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം ഫോണൊക്കെ പോലെ നമുക്കൊരു ബഡ്ജറ്റ് ഫോണിൽ തോന്നുന്നുണ്ട്. കാര്യം ബാക്ക് വരുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ഫോണാണെന്നുള്ളൊരു ഫീൽ തോന്നുന്നില്ല. കാര്യം നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല മികച്ചൊരു നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കേസ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കേസ് ഇടുമ്പോൾ എങ്ങനെയാണ് ഫോണിൻ്റെ ഒരു ഇത് വരുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ കേസ് എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഫോണിന് കേസ് കിട്ടായിരിക്കും യൂസ് ചെയ്യുന്ന. കാര്യം നമ്മളെല്ലാം ഫോൺ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും കേസ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു നോർമൽ കേസ് അവർ തന്നിട്ടുണ്ട്. അതൊരു സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ടാണ് നമുക്ക് ഫോൺ തരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഗാർഡ് നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ടത് ടെമ്പററി ഗ്ലാസ് അല്ല, ഒരു സാധാരണ സ്ക്രീൻ ഗാർഡാണ്. അത് ടെമ്പററി ഗ്ലാസ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 2. ഇതിനകത്ത് വരുന്ന കളർ OS ആണ് വരുന്നത്. ഒപ്പോയുടെ കസ്റ്റം UA ആണ്. കളർ OS നല്ലൊരു മികച്ച UA തന്നെയാണ്, നല്ലൊരു UA ആണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം സ്നാപ്ഡ്രാഗൺ 450 പ്രൊസസ്സറാണ് എന്ത് വരുന്നത്. നല്ലൊരു മികച്ച പ്രൊസസ്സർ എന്ന് തന്നെ പറയാം. ഈ ബഡ്ജറ്റിൽ സീരീസിൽ കൊടുക്കാൻ പറ്റിയൊരു നല്ല പ്രൊസസ്സർ തന്നെയാണ് ഷോമി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോമി അല്ല, റിയൽമി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എബോട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ
നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് 8.1 ഓറിയോയ്ക്കകത്ത് തന്നെ വരുന്നത് നല്ലൊരു കാര്യമാണ്. ആൻഡ്രോയിഡ് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രൊസസ്സർ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 450 പ്രൊസസ്സറാണത്. 8 കോർ പ്രൊസസ്സറാണ്. അത് ഓക്കെ കുറേ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. അത് 3 GB റാം വേരിയൻ്റാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 32 GB ഇൻ്റർണൽ 20.9 GB യൂസബിൾ ആണ്. നല്ല യൂസർ മെമ്മറി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി ഫയൽ കിട്ടുന്നത് നമുക്ക് ജൂലൈ 5 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി ഫയൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സ്പെസിഫിക്കേഷൻ ബേസും സോഫ്റ്റ്വെയർ ബേസും നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി 2. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റിങ്സ് വരുന്നത്. കളർ വോയിസ് ആണ്, വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള വോയിസ് ഒന്നുമല്ല, സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറും നമുക്ക് എല്ലാം നല്ലൊരു അടിപൊളി UI, ഏറ്റവും മികച്ച UI എന്നല്ല പറയുന്നത്, എന്നാലും ഒരു നല്ല UI തന്നെയാണിത്. നമുക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയിലേക്ക് വരാം. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണ്. 13:2 ഒരു ക്യാമറ. ഫ്രണ്ട് ക്യാമറ 8 MB ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ മികച്ച ക്യാമറ തന്നെയാണ്. ഒരു 9,000 ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ക്യാമറ എന്ന് തന്നെയാണ് പറയാം. നമുക്ക് ജസ്റ്റ് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാം. നല്ല നല്ല വളരെ സ്പീഡായിട്ടുള്ള ഷട്ടർ സ്പീഡ് എന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് ഷട്ടർ. അപ്പോൾ നമുക്കിത് 1x 2x സൂമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ക്വാളിറ്റി നഷ്ടപ്പെടാണ്ട് തന്നെ 1xും 2xും സൂം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു മികച്ച കാര്യം. നമുക്ക് MI A1 ഉണ്ടായിരുന്ന പോലെ തന്നെ നല്ലൊരു സൂമിങ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് മികച്ച ഒരു ഫ്രണ്ട് ക്യാമറ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ക്യാമറയിലെടുത്ത ഫോട്ടോകളെല്ലാം ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മികച്ചൊരു ക്യാമറ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 9,000 ബഡ്ജറ്റിൽ മികച്ചൊരു ഫോണാണ് വരുന്നത്. നമുക്ക് എന്തുകൊണ്ടത് മികച്ചാണ് കാര്യം സ്നാപ്ഡ്രാഗൺ 450 Qualcommൻ്റെ നല്ല പ്രൊസസ്സറാണ് വെച്ചിരിക്കുന്നത്. അതിൽ 3 GB റാം വരുന്നുണ്ട്, 32 GB സ്റ്റോറേജ് വരുന്നുണ്ട്, ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്, നോച്ച് ഡിസൈൻ വരുന്നുണ്ട്. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ബാക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല ഡിസൈനാണ് വരുന്നത്. അതുപോലെ നമുക്ക് എന്തുകൊണ്ടും ഏറ്റവും മികച്ച കാര്യമാണ് ഇതിൻ്റെ 4230 mAh ആണ് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുന്നില്ല. ആദ്യം 4230 mAh മികച്ച ബാറ്ററി ലൈഫ് കിട്ടും. 1.5 ദിവസം എന്ത് വന്നാലും ബാറ്ററി നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഏത് ബഡ്ജറ്റ് ഫോൺ എടുത്താലും ഇപ്പോൾ Redmi 5 Redmi 6 മുതൽ ഏത് ഫോൺ എടുത്താലും നമുക്ക് 4000 mAh എന്നുള്ളൊരു മിസ്സിംഗ് ആണ് ആ ഷോമിയുടെ ബഡ്ജറ്റ് ഫോണുകളെല്ലാം. പക്ഷേ നമുക്കിവിടെ റിയൽമി നമുക്ക് 4230 mAh ബാറ്ററി നൽകുന്നുണ്ട്. വളരെ മികച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ MIക്ക് അതായത് റെഡ്മിക്ക് ഒരു എതിരാളി വന്നിരിക്കുകയാണ്. ഇത്രയും നാളും ഒരു വലിയ എതിരാളി ഉണ്ടായിരുന്നില്ല ഷോമിക്ക്. ഇപ്പോൾ റെഡ്മിക്ക് ഒരു മികച്ച എതിരാളിനെ കിട്ടിയിരിക്കുകയാണ് റിയൽമി. അപ്പോൾ ഇനി ബഡ്ജറ്റ് സീരീസിലൊരു മികച്ച മത്സരം നടക്കാൻ പോവാണ് ഇനി. അപ്പോൾ ഷോമിയും അടുത്തുള്ള ഒരു റിയൽമിയും തമ്മിൽ ഇനി ഒരു കോമ്പറ്റീഷൻ ഇനി എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനി ഇപ്പോൾ റിയൽമിയുടെ തന്നെ ഒരു C1 എന്ന് പറഞ്ഞൊരു ഫോൺ 6,999 രൂപയ്ക്ക് റിലീസ് ആവുന്നുണ്ട്. അത് ഒരു മികച്ച ഫോൺ തന്നെയാണ് ഒരു ബഡ്ജറ്റിൽ. ഇതുപോലെ സ്നാപ്ഡ്രാഗൺ 450 പ്രൊസസ്സറും ഡ്യുവൽ ക്യാമറയൊക്കെ ആയിട്ടാണ് ആ ഫോൺ വരുന്നത്. അത് മികച്ചൊരു ബഡ്ജറ്റ് ഫോൺ തന്നെ. 2GB 64GB മോഡലൊക്കെ ആയിട്ട്. അപ്പോൾ റെഡ്മി 6iക്കും Redmi 5iക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് ആ റിയൽമി ആ ഫോൺ കൊണ്ടുവരുന്നത്. അതും നോച്ച് ഡിസൈനിലൊക്കെ വരുന്നൊരു പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഫോണായിരിക്കും. അപ്പോൾ എന്താവും ഇനിത്തെ കോമ്പറ്റീഷൻ, ബ്രാൻഡുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി അറിവുകൾക്കും വീഡിയോകൾക്കും അൺബോക്സിങ്ങുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർക്കും ഈ വീഡിയോ കൊണ്ട് പ്രയോജനപ്പെടും. ഇപ്പോൾ റിയൽമി 2 എടുക്കാനായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ അൺബോക്സിങ് വീഡിയോ ഒന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ സാമ്പിൾസ് എല്ലാം വീഡിയോ അവിടെ അവസാനം ഇടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഫോണിനെ പറ്റി ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുള്ള അടുത്ത എപ്പിസോഡ് കാണാം.